പത്തനംതിട്ടയിലെ DJ പാർട്ടിക്കിടെ പോലീസിന്റെ അതിക്രമത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി. സംഭവത്തിൽ അന്വേഷണം നടത്തി ഉചിതമായ നടപടി കൈക്കൊള്ളാൻ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് നിർദ്ദേശം നൽകി. 12 മണിക്ക് ശേഷവും DJ നിർത്തിയില്ലെന്ന് ആരോപിച്ചായിരുന്നു ന്യൂ ഇയർ ദിനത്തിൽ പോലീസിന്റെ അതിക്രമം. CK അബിലാൽ വിവരങ്ങളുമായി. അബിലാൽ, എന്തായിരുന്നു ഈ സംഭവം? 31-ാം തീയതി രാത്രി 12 മണിക്ക് ശേഷമാണ് ഈ പരാതിക്ക് ഇടയാക്കിയ സംഭവം ഉണ്ടാകുന്നത്. പത്തനംതിട്ട നഗര കേന്ദ്രത്തിൽ തന്നെ ജിയോ ഗ്രൗണ്ടിലാണ് കമ്പട്ടിപ്പാടം എന്ന ക്ലബ്ബ് പുതുവത്സര ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഇതിനിടയിൽ 12 മണിക്ക് ശേഷവും കലാപരിപാടികൾ തുടർന്ന ഘട്ടത്തിൽ പോലീസ് ഇടപെടുകയായിരുന്നു. മറ്റൊരു കാരണം കൂടി പോലീസ് ഇടപെടൽ അനിവാര്യ യുവാക്കൾ തമ്മിൽ അടിക്കുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ പോലീസ് നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് പരിപാടി നീണ്ടുപോയപ്പോൾ ഇടപെടുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വിശദീകരണം. അതേസമയം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ സ്റ്റേജിലേക്ക് കയറുന്നതും കാലുകൊണ്ട് ലാപ്ടോപ്പ് തട്ടിക്കളയുന്നതുമായ ദൃശ്യങ്ങളാണ് DJ കലാകാരൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത്. ആ ദൃശ്യത്തിന് ഏറെക്കുറെ 3 ലക്ഷത്തിനടുത്ത് ആളുകൾ കാണുകയും 8 ലക്ഷത്തിലധികം പേർ ഇതിനെ അനുകൂലിച്ചുകൊണ്ട്, അതായത് ഉദ്യോഗസ്ഥൻ്റെ നടപടി ശരിയായ തരത്തിലുള്ളതായിരുന്നില്ല എന്നുള്ള തരത്തിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ചുരുക്കത്തിൽ ഇതാണ് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് വരികയും നടപടിയിൽ തുടർന്ന് അന്വേഷണം നടത്തി വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള നിർദ്ദേശം വരാനിടയാക്കിയ സംഭവം അതാണ്. അതേസമയം തന്നെ ഈ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ദൃശ്യങ്ങളിലുള്ള ലാപ്ടോപ്പ് മറ്റൊന്നാണെന്നും തട്ടിക്കളയുക ഉണ്ടായിട്ടില്ല എന്നുമാണ് പോലീസിൻ്റെ വിശദീകരണം. എന്തായാലും ദൃശ്യങ്ങൾ ഈ കേസന്വേഷണത്തിൽ തീർച്ചയായും ഒരു പ്രധാനപ്പെട്ട തെളിവായി മാറുന്നതാണ്. കേസെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും പരാതിപ്പെട്ടുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കലാകാരൻ രേഖാമൂലം പരാതി നൽകാൻ താല്പര്യമില്ല എന്നുള്ള പ്രതികരണമാണ് ഇന്നലെ നടത്തിയത്. ശരി അബിലാൽ, വിവരങ്ങൾ നൽകിയത്.